ഹലോ എവരി വൺ, എൻ്റെ പേര് മൃദുൽ ജോയ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് CBSE ക്ലാസ് 12 മാത്തമാറ്റിക്സിലത്തെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് ഈ ഒരു സീരീസിൽ നമ്മൾ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വിൽ ബി ഡൂയിങ് ക്വസ്റ്റൻസ് ഓഫ് കണ്ടിന്യൂറ്റി ആൻഡ് ദെൻ വിൽ ബി ഡൂയിങ് ക്വസ്റ്റൻസ് ഓഫ് ഡിഫറൻഷ്യബിലിറ്റി. വിൽ ബി ഡൂയിങ് വൺ ക്വസ്റ്റൻ അറ്റ് ടൈം. ഒരു വീഡിയോയിൽ നമ്മൾ ഒരു ക്വസ്റ്റൻ വെച്ച് സോൾവ് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ബിഫോർ യു പ്രൊസീഡ് വിത്ത് ദി എക്സ്പ്ലനേഷൻ, നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം സ്വയമായി അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റിനെ സ്വയമായി അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ പോസ് ദ വീഡിയോ റൈറ്റ് നൗ ആൻഡ് ട്രൈ ടു ഡു ദിസ് ക്വസ്റ്റൻ ഓൺ യുവർ ഓൺ, ബിക്കോസ് അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ പഠിക്കൂ. ഓക്കെ, സോ വി ആർ ഗിവൺ എ ഫംഗ്ഷൻ f of x. This is the value of the function such that f of x is equal to kx divided by x if x is lesser than 0 and f of x is 3 if x value is greater than or equal to 0. അതായത് if we are going to think about this thing on a number line, ഓക്കെ, പ്രോപ്പറായിട്ട് നമ്മളിതിനെ ഒരു നമ്പർ ലൈനിൽ വ്യൂ ചെയ്യാനാണ്, അല്ലെങ്കിൽ നമ്മളൊന്ന് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, സോ വി ഹാവ് എ നമ്പർ ലൈൻ. ഓക്കെ, സോ we have a number line. Let's take a huge longer number line. Okay, and rather than considering this as number line, I would like to consider this as the x-axis. I would rather consider this as the x-axis. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ വരയ്ക്കുന്ന സമയത്ത് നമുക്കൊരു x-axis എടുക്കണം, ഒരു y-axis എടുക്കണം. അതിലെ x-axis ആണ് ഈ ഞാൻ വരച്ചിരിക്കുന്ന യെല്ലോ ലൈൻ എന്ന് വിചാരിക്കുക. ആൻഡ് വി വിൽ ഹാവ് 0 സംവെയർ അറൗണ്ട് ഹിയർ. ഓക്കെ, 0 എന്ന് പറയുന്ന നമ്പർ x-axisൽ ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ബേസിക് കൺസെപ്റ്റ്? അതൊന്ന് നമുക്ക് റിവ്യൂ ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ക്വസ്റ്റ്യനിലേക്ക് സോൾവ് ചെയ്യുന്ന കാര്യത്തിലേക്ക് കയറാം. ഓക്കെ, സോ ബേസിക്കലി ഇതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നാണ്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് ഞാൻ എക്സ് ആക്സിസിൽ 0 എന്ന് പറയുന്ന നമ്പറിൻ്റെ അടുത്തേക്ക് വരാണ്, ലെഫ്റ്റിൽ നിന്നും ഇങ്ങനെയും വരാണ്, റൈറ്റിൽ നിന്നും ഇങ്ങനെയും വരാണ്. അപ്പോൾ എനിക്ക് നോക്കാൻ താല്പര്യമുള്ള കാര്യം എന്താ, ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ നിന്ന് വരുമ്പോഴും 0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. 0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ലെഫ്റ്റിൽ നിന്ന് 0നെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് 0നെ അപ്രോച്ച് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 0നെക്കാട്ടും ചെറിയ വാല്യൂസിൽ നിന്ന് അപ്രോച്ച് ചെയ്യണം. ഓക്കെ, അതായത് -∞ തൊട്ട് അങ്ങനെ വന്ന് -100, -50, -1, -2 അങ്ങനെ പതുക്കെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് 0യിലേക്ക് അപ്രോച്ച് ചെയ്യണം. 0നെക്കാട്ടും കുറവുള്ള നമ്പേഴ്സ്, ഇവിടുത്തെ കേസിൽ അത് നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. നെഗറ്റീവ് നമ്പേഴ്സ് വഴി നെഗറ്റീവ് നമ്പേഴ്സ് ത്രൂ നമ്മൾ 0യിലേക്ക് അപ്രോച്ച് ചെയ്യണം. ഇതിനെ നമ്മൾ ലിമിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദിസ് വാസ് കോൾഡ് ആസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഓക്കെ, വെൻ യു ആർ അപ്രോച്ചിങ് എ നമ്പർ ഫ്രം ദ ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മളൊരു നമ്പറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഒരു വാല്യൂലേക്ക് പോകുന്നത് പോലെ ടെൻഡ് ചെയ്യും. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ ഒരു വാല്യൂലേക്ക് പോകും. നമ്മൾ ഒരിക്കലും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് 0യിൽ എത്തില്ല. പക്ഷെ നമ്മൾ 0ൻ്റെ അടുത്തേക്ക് എത്ര പോകാൻ പറ്റുമോ അത്ര പരമാവധി നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? സോ അതിനാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയാറുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ 0യിൽ നിന്ന് ലെസർ ആയിട്ടുള്ള നമ്പേഴ്സ് വഴി 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എടുക്കേണ്ട ഫംഗ്ഷൻ എന്താ, അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്താ, kx ഡിവൈഡഡ് ബൈ mod x. ഇനി നമ്മൾ 0നെ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യണം. സോ ഒബ്വിയസ്ലി 0ൻ്റെ റൈറ്റിലേക്ക് കിടക്കുന്നത് എന്താ, 0നെക്കാട്ടും ലാർജർ ആയിട്ടുള്ള നമ്പേഴ്സ്. സോ ദീസ് വിൽ കൺസിസ്റ്റ് ഓഫ് x ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ 0. 0, 1, 2, 3, 4, 5 അങ്ങനത്തെ നമ്പേഴ്സ് ആയിരിക്കും ഈ സൈഡിൽ കിടക്കുന്നുണ്ടാവുക ഒബ്വിയസ്ലി. സോ വലിയ നമ്പേഴ്സിൽ നിന്ന് നമ്മൾ 0യിലേക്ക് ഇനി അപ്രോച്ച് ചെയ്യണം. വീണ്ടും ലിമിറ്റ്സ് പഠിക്കുന്ന സമയത്ത് ഈ സാധനത്തിന് നമ്മൾ വിളിച്ചിട്ടുള്ളത് എന്താ, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നാണ്. റൈറ്റിൽ നിന്ന് നമ്മളൊരു പർട്ടിക്കുലർ നമ്പറിലേക്ക് അപ്രോച്ച് ചെയ്യാം. അതായത് റൈറ്റിൽ നിന്ന് നമുക്ക് പരമാവധി ഏറ്റവും ക്ലോസർ ആവാനായിട്ട് നമ്മൾ ശ്രമിക്കും 0 ആയിട്ട്. ഓക്കെ, ആ സമയത്ത് ഫംഗ്ഷനിൻ്റെ വാല്യൂ എങ്ങോട്ടാണോ പോകുന്നത്, ആ സമയത്ത് ഫംഗ്ഷനിൻ്റെ വാല്യൂ ഏത് വാല്യൂയിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ വിളിക്കാറുള്ളത് എന്ത്, അതിനെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് വിളിക്കുക. ആ f of xൻ്റെ വാല്യൂ x 0ൻ്റെ മാക്സിമം ക്ലോസിലേക്ക് പോകുമ്പോൾ f of x എങ്ങോട്ടാണോ പോകുന്നത്, ഏത് നമ്പറിനെ അല്ലെങ്കിൽ ഏത് വാല്യൂവിനാണ് അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഇവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് വി ആർ കൺസിഡറിങ് ദോസ് നമ്പേഴ്സ് ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 നമ്പേഴ്സിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 3 ആണെന്നാണ്. സോ ഹിയർ വെൻ വി ആർ കൺസിഡറിങ് RHL വി ഷുഡ് ടേക്ക് ദ ഫംഗ്ഷൻസ് വാല്യൂ ഈസ് 3. f of xൻ്റെ വാല്യൂ എത്ര വരും, 3 ആയിരിക്കും. ഓക്കെ,
ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലിമിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. നമുക്കറിയാം ഇപ്പോൾ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഇപ്പോൾ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ LHL എന്ന് പറയുന്നത് RHLന് ഈക്വൽ ആയിരിക്കണം. ഇത് കുറച്ചുകൂടിയും ലേമൻ ടേംസ് ആണ്, ഭയങ്കര കോമൺ ആയിട്ടുള്ള ടേംസ് ആണ്. അപ്പോൾ കുറച്ചുകൂടി ടെക്നിക്കലി മാത്തമാറ്റിക്സിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ വി സേ യൂഷ്വലി ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡിങ് ടു 0 മൈനസ്. എന്തുകൊണ്ടാണ് 0 മൈനസ് എന്ന് വരുന്നത്? ബിക്കോസ് വി ആർ അപ്രോച്ചിങ് 0 ഫ്രം നമ്പേഴ്സ് ദാറ്റ് ആർ ലെസർ ദാൻ 0. 0-നേക്കാട്ടും താഴെയുള്ള നമ്പേഴ്സിൽ നിന്നാണ് നമ്മൾ 0ലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് പറയുന്ന സമയത്ത് 0 മൈനസ് കൺസിഡർ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ്. ഇത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 പ്ലസ്. 0 പ്ലസ് എന്ന് പറയാനായിട്ട് എന്താ കാരണം ഇനി നമ്മൾ 0-നേക്കാട്ടും ഗ്രേറ്റർ ദാൻ നമ്പേഴ്സിൽ നിന്ന് ആണ് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ 0-നേക്കാട്ടും ഗ്രേറ്റർ നമ്പേഴ്സിൽ നിന്നാണ് നമ്മൾ പിന്നെ അവസാനം 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് 0 പ്ലസ് കൺസിഡർ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ്. ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും വാല്യൂ ഈക്വൽ ആണെങ്കിൽ, ഈ ലിമിറ്റിൻ്റെയും അതായത് LHLൻ്റെയും ഈ ലിമിറ്റിൻ്റെയും RHLൻ്റെയും വാല്യൂ ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും 0 എന്ന് പറയുന്ന പോയിന്റിൽ എക്സ് ആക്സസിൽ കിടക്കുന്ന ഒരു നമ്പറാണ് 0. ഈ 0 എന്ന് പറയുന്ന നമ്പറിൻ്റെ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയും. അതാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. ഈ ഒരു ഫംഗ്ഷൻ 0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസും കൂടി ആവണമെങ്കിൽ വി വുഡ് സേ ദാറ്റ് ദിസ് ലിമിറ്റ് ഷുഡ് ബി ഈക്വൽ ടു F0. ഓക്കെ ആണോ? അതായത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ലിമിറ്റ് ഇനി ആ പോയിന്റിൽ ആ ഒരു ഫംഗ്ഷൻ്റെ അവിടുത്തെ വാല്യൂവിനും കൂടി ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും എന്ത്, ഈ ഒരു ഫംഗ്ഷൻ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഇത്ര നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓൾറെഡി. ഓക്കെ അല്ലേ? സോ ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ പ്യുവർലി കണ്ടിന്യൂറ്റി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളുടെ എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞേക്കണേ? ഹിയർ വി ആർ ടോൾഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് k സച്ച് ദാറ്റ് ദിസ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് x is equal to 0. അപ്പോൾ നമുക്കറിയാം x is equal to 0 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി ഫുൾഫിൽ ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. ആൻഡ് ദാറ്റ് ഹോൾ ഈ രണ്ടും എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറയാം ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറയാം. ഇനി ഈ ലിമിറ്റിൻ്റെ വാല്യൂ F0ക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഓക്കെ അല്ലേ? സോ ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട ഫംഗ്ഷനാണ് ഈ സംഭവം. സോ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 kx ബൈ മോഡ് എക്സ്. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന് ഉത്തരവാദിയായിട്ടുള്ള ആള്. ദിസ് ഷുഡ് ബി ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണ്? വെറും 3. ദിസ് ഷുഡ് ബി ഈക്വൽ ടു F0. F0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ 0ൻ്റെ അടുത്തേക്ക് പരമാവധി എത്ര വരാൻ പറ്റും അത്രയും നമ്മൾ വരുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും 0 നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് എത്തില്ല. ഫിസിക്കലി അല്ലെങ്കിൽ നമ്പർ ലൈനിൽ എത്ര ക്ലോസ് ആയിട്ട് നമുക്ക് 0ൻ്റെ അടുത്തേക്ക് വരാൻ പറ്റും അത്ര നമ്മൾ വരും. പക്ഷേ ഫംഗ്ഷൻ്റെ വാല്യൂ പറയുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി എക്സാക്ട്ലി 0 വന്ന് നിൽക്കുക. അപ്പോൾ 0 വന്ന് നിൽക്കുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണ്? ഫംഗ്ഷൻ്റെ വാല്യൂ 3. കാരണം എന്തുകൊണ്ട് ഇവിടെ പറയുന്നത്? എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലും ഫംഗ്ഷൻ്റെ വാല്യൂ 3 ഓർ എക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിലും ഫംഗ്ഷൻ്റെ വാല്യൂ 3 എന്നല്ല പറയുന്നത്. സോ അതുകൊണ്ട് ഫംഗ്ഷൻ F0ൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? F0ൻ്റെ വാല്യൂ 3 തന്നെയായിരിക്കും. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് എന്താ സോൾവ് ചെയ്യേണ്ടത്? ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡിങ് ടു 0 മൈനസ് കിട്ടോ, ഇവിടെ പ്ലസ് കിട്ടോ, മറക്കണ്ട. ഓക്കെ, kx ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം? വി ആർ സപ്പോസ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. കെൻ്റെ വാല്യൂ എന്ത് വന്നാലാണ് ഇവിടെ ഈ ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ആവാന്നാണ് നമ്മളോട് ചോദ്യം ചോദിക്കണത്. ഈ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ആയി, കാരണം ഇവിടെ നിന്നാണല്ലോ നമ്മൾ ഇങ്ങോട്ട് എത്തി. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ആയതിൻ്റെ അതിൻ്റെ അർത്ഥം എന്താ? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവും എവിടെ? 0ൽ. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം 0ൽ. അതാണ് നമ്മുടെ ആവശ്യം. സോ ആർ അൾട്ടിമേറ്റ് ഗോൾ ഇസ് ടു ഫൈൻഡ് ദിസ് വാല്യൂ ഓഫ് k ആണ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടിന്യൂറ്റിയിൽ വരുന്ന മിക്ക ചോദ്യങ്ങളും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. ഒരു k അല്ലെങ്കിൽ ഒരു q അല്ലെങ്കിൽ ഒരു p ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറയും സച്ച് ദാറ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം. ഇതാണ് മിക്ക ചോദ്യങ്ങളുടെ ലോജിക്. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട ലോജിക് തന്നെയാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു ഫംഗ്ഷണൽ വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റ്. എന്നാൽ മാത്രമേ കണ്ടിന്യൂസ് ആവൂ. ഓക്കെ, സോ ഇതേ ലോജിക് തന്നെയാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് പോകുക. ഓക്കെ അല്ലേ? സോ ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്തതിനെക്കാട്ടും മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മിനിറ്റ്, ആ ഫംഗ്ഷൻ ഞാൻ ഒന്ന് കോപ്പി എടുക്കും. അപ്പോൾ നമുക്ക് ബേസിക്കലി കണ്ടുപിടിക്കാൻ നമുക്ക് സോൾവ് ചെയ്യേണ്ടത് എന്താ? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 മൈനസ് kx ഡിവൈഡഡ് ബൈ മോഡ് എക്സ്
ഇസ് ഈക്വൽ ടു 3യിൽ നിന്ന് നമ്മൾ കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ബിഫോർ വി ഗോ ഹെഡ് ടു സോൾവിങ്, ഇതിനെ സോൾവ് ചെയ്യുന്നതിനെക്കാട്ടും മുമ്പ് ഐ വോണ്ട് യു ടു ലുക്ക് അറ്റ് ദിസ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ കെ എക്സ് ഡിവൈഡഡ് ബൈ മോഡ് എക്സ്. ഇതിൽ കെ എക്സ് ഒന്നും വലിയ ആംബിഗ്യൂറ്റി, നമുക്കറിയാത്തൊരു കാര്യം കോസ് ചെയ്യുന്ന ആൾക്കാരല്ല. ബട്ട് ദർ ഇസ് സംതിങ് ദറ്റ് കോസസ് എ ബിറ്റ് ഓഫ് എ പ്രോബ്ലം, മോഡ് എക്സ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ സോൾവ് ചെയ്യുന്നതിനെക്കാട്ടും മുമ്പ് വി ആർ ഗോയിങ് ടു അനലൈസ് മോഡ് എക്സ്, അല്ലെങ്കിൽ നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്നും പറയും. ഇത് കമ്പ്യൂട്ടർ കോഡിങ്ങിൽ ഇങ്ങനെ എഴുതുക സാധാരണ. ഐ ഡോണ്ട് റിയലി നോ വൈ ദോ, ബട്ട് ബേസിക്കലി നിങ്ങൾക്ക് അറിയില്ല എന്താ സംഭവം എന്ന്. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. മോഡ് എക്സ് ഇസ് എ ഫംഗ്ഷൻ ദാറ്റ് റിട്ടേൺസ് പോസിറ്റീവ് വാല്യൂസ് ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ നമ്പർ യു ഇൻപുട്ട് ഇൻ ടു ഇറ്റ്. നമ്മൾ എന്ത് നമ്പർ ഇട്ടാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പോസിറ്റീവ് വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്ന ഒരു സാധനത്തിനാണ് ഈ മോഡ് എക്സ് എന്ന് പറയാം. കുറച്ചുകൂടിയും ടെക്നിക്കലായിട്ട് പറയാനാണെങ്കിൽ നമ്മൾ എന്ത് നമ്പറാണ് ഇൻപുട്ട് ചെയ്യുന്നത് ആ നമ്പറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ റിട്ടേൺ ചെയ്യുന്ന ആളെയാണ് ഈ മോഡ് എക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാനാണെങ്കിൽ ഞാൻ ഈ മോഡ് എക്സിൻ്റെ സ്ഥാനത്ത് -1 ഇട്ടെന്ന് വിചാരിക്കും, ഇവൻ 1 റിട്ടേൺ ചെയ്യും. ഞാൻ -3 ഇട്ടെന്ന് വെച്ച് ഇവൻ 3 റിട്ടേൺ ചെയ്യും. നമ്മൾ വെറുതെ 5 ഇട്ടെന്ന് വിചാരിക്കും, അപ്പോൾ 5 ഈസ് ഓൾറെഡി പോസിറ്റീവ്, സോ അവൻ 5നെ തന്നെ റിട്ടേൺ ചെയ്യും. നമ്മൾ -7 ഇട്ടാൽ അവൻ 7നെ റിട്ടേൺ ചെയ്യും. സോ ബേസിക്കലി യു ഗെറ്റ് ദ പോയിന്റ്. ഞാൻ ഇതിലേക്ക് എന്ത് ഇൻപുട്ട് ചെയ്താലും എനിക്ക് എപ്പോഴും ഔട്ട്പുട്ട് കിട്ടുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. നെഗറ്റീവ് നമ്പേഴ്സിനെ ഇൻപുട്ട് ചെയ്താൽ അവൻ പോസിറ്റീവ് നമ്പറിനെ ഔട്ട്പുട്ട് ചെയ്യും. പോസിറ്റീവ് നമ്പറിനെ ഇൻപുട്ട് ചെയ്താൽ പോസിറ്റീവ് നമ്പറിനെ തന്നെ ഔട്ട്പുട്ട് ചെയ്യും. ബേസിക്കലി നമുക്ക് കിട്ടുന്നത് ഇവൻ്റെ ഉള്ളിൽ നിന്ന് എന്താ, ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് വി ഗെറ്റ് എ തിങ് ദാറ്റ് ഇസ് കോൾഡ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒറിജിനില്ലേ, നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഒറിജിൻ എടുക്കില്ലേ, ആ ഒറിജിനിൽ നിന്ന് നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പോയിന്റിന് എത്ര ദൂരമുണ്ടെന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ -1 ഇൻപുട്ട് ചെയ്തു. അപ്പോൾ -1 എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഇത് എൻ്റെ നമ്പർ ലൈൻ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇതാണ് എൻ്റെ ഒറിജിൻ 0, 1 ഡയമെൻഷനിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. -1 എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന പോയിന്റാണ്. പക്ഷേ നമ്മുടെ മോഡ് എക്സ് എന്താ പറയുന്നത് വെച്ചാൽ, ഈ പോയിന്റും നമ്മുടെ ഒറിജിനും തമ്മിൽ എത്ര ദൂരം ഉണ്ടെന്ന് ചോദിക്കും. നമ്മൾ മോഡ് എക്സിൻ്റെ ഉള്ളിലേക്ക് -1 ഇടുന്ന സമയത്ത് മോഡ് എക്സ് ചോദിക്കുന്ന ചോദ്യം ഇതാ, ഈ -1ഉം നമ്മൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന -1ഉം ഒറിജിൻ അതായത് 0യും തമ്മിൽ എത്ര ദൂരം ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും 1 യൂണിറ്റിൻ്റെ ദൂരം ഉണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് ഇവൻ എന്ത് റിട്ടേൺ ചെയ്യുന്നത്, -1 ഇൻപുട്ട് ചെയ്യുമ്പോൾ 1 റിട്ടേൺ ചെയ്യുന്നത്. ഇതേ ലോജിക്ക് തന്നെയാണ് -3ക്കും -7നും 5നാണെങ്കിലും. 5 ഇൻപുട്ട് ചെയ്യുമ്പോൾ 5 ഇവിടെ 5 എടുക്കണമെന്ന് വിചാരിക്കും. വീണ്ടും അതേ ചോദിക്കുക. ഈ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന 5ഉം അതുപോലെ നമ്മുടെ ഒറിജിനും തമ്മിൽ എത്ര ദൂരം ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും 5 യൂണിറ്റ് എന്ന് പറയും. ആ 5ആണ് അവൻ എന്ത് ചെയ്യുന്ന ഔട്ട്പുട്ടായിട്ട് നമുക്ക് തരണേ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മോഡ് എക്സിന്റെ ആൻസർ എപ്പോഴും എന്താ, മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് മീൻസ് ദ ഡിസ്റ്റൻസ്, ദ നമ്പർ. ഓക്കെ, അപ്പോൾ ബേസിക്കലി മോഡ് എക്സ് എന്താണെന്ന് മനസ്സിലായില്ലേ. നമുക്ക് വേണ്ടത് ഇപ്പോൾ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് ഒബ്വിയസ്ലി മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ബട്ട് അതർ ദാൻ ദാറ്റ് വി നീഡ് വൺ മോർ തിങ്. ഹൗ ഡസ് ദിസ് മോഡ് എക്സ് പ്യുവർലി ബിഹേവ്? അതെന്താ ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ മോഡ് എക്സ് എന്ന് പറയുന്നതിൽ ഇവിടെ നോക്കുക, ഞാനൊരു പോസിറ്റീവ് നമ്പർ ഇട്ടേക്കണമെന്ന് വിചാരിക്കുക. മോഡ് എക്സിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഒരു എക്സ് എന്തായാലും കൊടുക്കണമല്ലോ. ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ നമ്മൾ എന്തായാലും ഒരു സാധനം ഇൻപുട്ട് ചെയ്യണം, എക്സ്. ഈ എക്സ് എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റർ ദാൻ 0 നമ്പർ ആണെങ്കിൽ, ഒരു പോസിറ്റീവ് നമ്പർ ആണെന്ന് വിചാരിക്കുക, അതായത് 5, 7, 5, നമുക്ക് എന്ത് തന്നെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക? ഇൻപുട്ട് ഒരു ഗ്രേറ്റർ ദാൻ 0 നമ്പർ ആണെങ്കിൽ ഔട്ട്പുട്ടായിട്ട് എന്താ കിട്ടുക? ഔട്ട്പുട്ടായിട്ട് നമുക്ക് അതേ നമ്പറിനെ തന്നെ കിട്ടുക. ശരിയല്ല, ഇവിടെ ഞാൻ 5 ഇട്ടു. 5 എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റർ ദാൻ 0 നമ്പർ ആണ്. എനിക്ക് ഔട്ട്പുട്ടായിട്ട് എന്ത് കിട്ടിയേ? എനിക്ക് ഇട്ട 5നെ പുറത്തേക്ക് കിട്ടി. ഓക്കെ, ഞാൻ ഈ എക്സിൻ്റെ ഉള്ളിലേക്ക് ലെസ്സർ ദാൻ 0 ഒരു നമ്പർ ഇട്ടു എന്ന് വിചാരിക്കുക. ഇവിടെ ഗ്രേറ്റർ ദാൻ അല്ലെ ഈക്വൽ ടു 0 ആണെങ്കിലും നമുക്ക് എക്സ് തന്നെ കിട്ടുക അല്ലേ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മോഡ് ഓഫ് 0 എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടുക? 0 എന്ന് കിട്ടുക. അപ്പോൾ ഇവിടെ കിട്ടാം. ഞാൻ എക്സ് ലെസ്സർ ദാൻ 0, അതായത് ഒരു നെഗറ്റീവ് നമ്പറിനെയാണ് ഈ മോഡ് എക്സിൻ്റെ ഉള്ളിലേക്ക് ഇടണമെന്ന് വിചാരിക്കും. അത് എന്ത് ചെയ്യും? നമുക്ക് ബേസിക്കലി സൈൻ മാറ്റിയിട്ട് തരും അല്ലേ. അതായത് ഇവിടെ നമ്മൾ -7 ഇൻപുട്ട് ചെയ്തു എന്ന് വിചാരിക്കും. സോ -7 ഇസ് എ നമ്പർ ദാറ്റ് ഇസ് ലെസ്സർ ദാൻ 0. നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടണേ? നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് കളഞ്ഞിട്ടുള്ളൊരു സാധനമാണ് കിട്ടണേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് വെറുതെ -7 തന്നിട്ട് പറയാണ്, ഈ -7നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പ്രോപ്പർ 7 ആക്കി കൺവേർട്ട് ചെയ്യണം എന്ന് പറയാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആലോചിച്ച്. നിങ്ങൾക്ക് -7 തന്നിട്ട് പറയാണ്, നിങ്ങളോട് ഇതിനെ വെറും 7 ആക്കി കൺവേർട്ട് ചെയ്യണം. നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ഓപ്പറേഷൻ -7ന്റെ മേത്ത് ചെയ്താലാണ് ഈ -7 വെറും 7 ആയി മാറുക?
പറയ്, ആലോചിക്ക്. അതുവരെ ഞാൻ ഈ ബ്രാക്കറ്റ് നിർത്തും. എന്ത് ഓപ്പറേഷൻ നമ്മൾ -7ൻ്റെ മേത്ത് ചെയ്താലാണ് ഈ -7 +7 ആയി മാറുക? വെൻ വി മൾട്ടിപ്ലൈ ദിസ് വിത്ത് -1. ശരിയല്ലേ? അതേ പാറ്റേൺ തന്നെ ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ഓപ്പറേഷൻ, അപ്പോൾ നമ്മൾ -1 ഇട്ടു, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് 1 കിട്ടി. എന്ത് ഓപ്പറേഷൻ ഈ -1 ചെയ്താലാണ് ഈ -1 1 ആയി മാറുക? ഇതിനെ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ഈ -3 3 ആയി. എന്ത് ഓപ്പറേഷൻ -3 നമ്മൾ ചെയ്താലാണ് നമുക്ക് 3 കിട്ടുക? -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഐ ഹോപ്പ് യു ഗെറ്റ് ദ പാറ്റേൺ ഹിയർ. ബേസിക്കലി മോഡെക്സ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന നമ്പർ >= 0 ഒരു നമ്പർ ആണെങ്കിൽ അതൊന്നും ചെയ്യില്ല, അതേപോലെ തന്നെ ആ നമ്പറിനെ നമുക്ക് ഔട്ട്പുട്ട് ചെയ്ത് തരും. പക്ഷേ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഒരു നമ്പർ ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നെഗറ്റീവ് നമ്പറിനെ പോസിറ്റീവ് ആക്കാനായിട്ട് അവൻ എന്ത് ചെയ്യും? അതിനെ ഒരു -1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് നമുക്ക് -x ആണ് റിട്ടേൺ ചെയ്യും. -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. എക്സിനെ, ഇത് നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഈ എക്സിനെ ഒരു -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് -x ആണ് റിട്ടേൺ ചെയ്യും. ഓക്കെ ആണോ? ഇതൊക്കെ എന്തിനാണ് നമ്മളിവിടെ ഇപ്പോൾ പറയണേ? ഇത് ഇതുവരെ മനസ്സിലായി പ്രതീക്ഷിക്കുന്നു. ഇനി ഇതൊക്കെ എന്തിനാണ് നമ്മളിവിടെ പറയണേ? വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് ഓൾ ദിസ് ഡിസ്കഷൻ? ദ പോയിന്റ് ഈസ്, നമ്മളിവിടെ ഇരിക്കുന്ന ഈ ഒരു ഫംഗ്ഷന്റെ പ്രത്യേകത, ഇവിടെ നമ്മൾ മോഡെക്സ് കൺസിഡർ ചെയ്യുന്നത് x ടെൻഡിങ് ടു 0 ആണ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇവിടുത്തെ എക്സിന്റെ പ്രത്യേകത, ഈ എക്സ് 0-നേക്കാട്ടും താഴെയുള്ള നമ്പേഴ്സിൽ നിന്നാണ് വരുന്നത്. അതായത് നെഗറ്റീവ് നമ്പേഴ്സിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ഒരിക്കലും 0 എത്തില്ല. ഇറ്റ് ഈസ് ഓൾവേസ് അപ്രോച്ചിങ് ഫ്രം ദോസ് നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പൊ നമ്മൾ 0ന്റെ തൊട്ടപ്പുറത്തെ ഏതൊരു നമ്പർ, എത്ര നമ്മൾ നിങ്ങൾ ആലോചിക്കും, നമ്പർ ലൈൻ വരച്ചു, 0 മാർക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് 0ന്റെ ഫിസിക്കലി തൊട്ടടുത്തുള്ള, ഓക്കെ, നമുക്ക് ലോജിക്കലി പോകാൻ പറ്റാവുന്ന തൊട്ടടുത്തുള്ള നമ്പറിന്റെ അടുത്തേക്ക് ഒരു എത്തിന്ന് വിചാരിക്കുക. ബട്ട് അത് 0-നേക്കാട്ടും താഴെയാണെങ്കിൽ ആ നമ്പർ എന്തായാലും നെഗറ്റീവ് ആയിരിക്കില്ലേ? ആൻഡ് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു, നെഗറ്റീവ് നമ്പറിനെ മോഡെക്സിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും റിട്ടേൺ എന്തായിരിക്കും? ആ നെഗറ്റീവ് നമ്പറിനെ, ഇൻപുട്ട് ചെയ്യുന്ന നെഗറ്റീവ് നമ്പറിനെ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഐ ക്യാൻ സേ ദിസ് ഇസ് ലിമിറ്റ് x ടെൻഡിങ് ടു 0 kx ഡിവൈഡഡ് ബൈ -x. കാരണം ഇത് എപ്പോഴും ഈ ഇൻപുട്ട് ചെയ്യാൻ പോകുന്ന എക്സ് എപ്പോഴും എന്താ? മൈനസ് അല്ലേ? അല്ല സോറി, നെഗറ്റീവ് അല്ലേ? ഒരു നെഗറ്റീവ് നമ്പറിനെ ഇൻപുട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കാനേ -1 വെച്ച് എപ്പോഴും അത് മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇതെപ്പോഴും വാലിഡ് ആണ് ആസ് ലോങ് ആസ് എക്സ് ഇസ് ടെൻഡിങ് ഫ്രം 0 എക്സ് ലെസർ ദാൻ 0 നിന്നാണ് അപ്രോച്ച് ചെയ്യണമെങ്കിൽ ദിസ് ഇസ് ഓൾവേസ് വാലിഡ് ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 3. ഇനി നമുക്ക് ഈ എക്സിനെ ക്യാൻസൽ ചെയ്ത് കളയാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു -k = 3. സോ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആക്കാനാണെങ്കിൽ k = നമുക്ക് -3 എന്ന് കിട്ടും. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്.